കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലി തർക്കം. അനുമതിയില്ലാതെയാണ് UDF സ്ഥാനാർത്ഥിക്കായി ചുവരെഴുതിയതെന്നാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ആരോപണം. ചുവരെഴുത്ത് മായ്ച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തോമസ് ചായ്ക്കൻ MP സഹോദരന്റെ പേരുള്ള സ്ഥലത്താണ് ജോസഫ് ഗ്രൂപ്പ് ചുവരെഴുതിയത്. ടോബി ജോൺസൺ ചേർന്നു. ടോബി, എന്താണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നേയുള്ളൂ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു ചുവരെഴുത്ത്? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇന്നലെയാണ് UDF അടിച്ചിറയിലുള്ള ഒരു പറമ്പിന്റെ മതിലിൽ ചുവരെഴുതിയത്. ഉടമയുടെ അനുമതിയോടെ എന്നൊക്കെ എഴുതി അതിനുശേഷം കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ വിജയിക്കുക എന്നൊക്കെ എഴുതിയിരുന്നു. എന്നാൽ പേരെഴുതിയില്ല. സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാത്തത് കൊണ്ട്, തീരുമാനമാകാത്തത് കൊണ്ട് പേരെഴുതിയില്ല. പക്ഷേ അതൊരു വലിയ വിവാദമായി അല്ലെങ്കിൽ ഒരു തർക്കമായി മാറിയിരിക്കുകയാണ്. അതിനുള്ള കാരണം ഈ സ്ഥലം LDFന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടൻ MP സഹോദരന്റെ ഭൂമിയാണ്, പറമ്പാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള മതിലാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ജില്ലാ കളക്ടർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ LDF പ്രവർത്തകരും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകർ കൂടിയുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? നമ്മൾ യഥാർത്ഥത്തിൽ ഉടമയുടെ അനുമതിയോടുകൂടി എന്ന് പറഞ്ഞ് ചോരെഴുത്തൊക്കെ കണ്ടിരുന്നു. എന്നാൽ ഈ നമ്മൾ കൃത്യം മനസ്സിലാക്കിയപ്പോൾ ഇത് നമ്മളുമായി ബന്ധമുള്ള സ്വന്തം തന്നെ ആയിട്ടുള്ള ആളുകളുടെയും അത് LDFന് മുൻകൂറായി തന്നെ അനുമതി നൽകിയിട്ടുള്ളതായ ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇത് മായ്ച്ച് LDF എന്ന് എഴുതുന്നതിന് വേണ്ടി വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് UDFന്റെ ആളുകൾ തന്നെ അത് മായ്ക്കുക. ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉടമയുടെ അനുമതിയോടുകൂടി എന്ന് എഴുതുകയും PJ ജോസഫ് ഇതായിരുന്നു കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിൽ ആകെ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് കോട്ടയം സീറ്റ് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇന്ന് തോമസ് ചാഴികാടന്റെ സ്വന്തം സഹോദരന്റെ സ്ഥലത്ത് വന്നിട്ട് ഇത് UDFന്റെ ആണെന്ന് പറഞ്ഞത്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് PJ ജോസഫ് നടത്തുന്ന നീക്കമാണിത്. അദ്ദേഹം തന്നെ ഇവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി PJ ജോസഫ് ചില അണികളെ പറഞ്ഞുവിട്ട് നടത്തുന്നതാണെന്നാണ് ഞങ്ങൾ. ഇതൊരു മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. മാത്രമല്ല UDFുകാർ എഴുതി മായ്ക്കുന്നത് അവര് തന്നെ ഒരാളിനെ പറഞ്ഞു വിട്ടു. ആ പറഞ്ഞു വിട്ട ആള് മായ്ക്കാൻ വന്നയാള് പറയുന്നു എന്നോട് ഒരാൾ പറഞ്ഞു വിട്ടു, അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അത് മായ്ക്കുന്നയാൾ സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ ഒരു അറ്റാക്ക് ഉണ്ടാക്കാം. LDFുകാർ വരുമ്പോൾ പറയും LDFാണ് മായ്ച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷെ വന്നയാൾ പറഞ്ഞു എന്നെ UDFുകാർ തന്നെയാണ് പറഞ്ഞു വിട്ടത് മായ്ച്ചോളാൻ. അപ്പൊ എഴുതിയതും UDFുകാര്, മായ്ക്കുന്ന UDFുകാർ. ഇതിന്റെ ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ എഴുതാനാണ് തീരുമാനം. LDFന്റെ സ്ഥാനാർത്ഥി എഴുതാൻ തന്നെയാണ് തീരുമാനം. ഇപ്പം ബുക്ക് ചെയ്യാനാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ കോൺഗ്രസിൽ പോലും UDFിൽ പോലും കോട്ടയം സീറ്റിനെ ചൊല്ലി ഒരു ധാരണയായിട്ടില്ല. അതിനു മുമ്പേ മതിലെഴുത്തിന്റെ പേരിൽ പ്രശ്നം തുടങ്ങിയിരിക്കുന്നു. തൽക്കാലം നിഷ്പക്ഷനായ മതിലങ്ങ് ഇരിക്കട്ടെ.